സിനിമാ ലോകത്തെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ലാത്തി വാർത്തകളിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ വമ്പൻ പ്രോജക്റ്റുകളുടെയും ആവേശകരമായ ട്രെയിലറുകളുടെയും പ്രളയമാണിപ്പോൾ. ഇതിഹാസങ്ങൾ വീണ്ടും ഒന്നിക്കുന്ന പാൻ ഇന്ത്യൻ ചിത്രങ്ങൾ മുതൽ ചോര തിളയ്ക്കുന്ന ആക്ഷൻ സിനിമകൾ വരെ നീളുന്ന വിശേഷങ്ങളാണ് ഇന്ന് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. വരാനിരിക്കുന്ന പ്രധാന സിനിമകളുടെ വിശേഷങ്ങൾ ലാത്തി വാർത്തകളിലൂടെ വിശദമായി കാണാം. മലയാളത്തിലെ പ്രശസ്ത ഛായാഗ്രാഹകൻ സാദത് സൈനുദ്ദീൻ സംവിധാന രംഗത്തേക്ക്. ഒരു ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ ചിത്രവുമായാണ് അദ്ദേഹം എത്തുന്നത്. വില്യം ആൻഡ് കേറ്റ് ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. പേരിട്ടിട്ടില്ലാത്ത ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ പിന്നണിയിലെ വമ്പൻ നിരയാണ്. പ്രശസ്ത സംവിധായകൻ എം.എ. നിഷാദാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത്. മാത്രമല്ല, മലയാള സിനിമയിലെ സംഗീത ഇതിഹാസം ജെറി അമൽദേവ് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഈ ചിത്രത്തിലൂടെ വീണ്ടും സംഗീത സംവിധായകനായി എത്തും. ഒപ്പം മറ്റൊരു വലിയ പ്രത്യേകതയുള്ളത്, വർഷങ്ങൾക്ക് ശേഷം ജെറി അമൽദേവും എം.ജി. ശ്രീകുമാറും ഈ ചിത്രത്തിലൂടെ വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ളതാണ്. മനു മഞ്ജിത്താണ് ഗാനങ്ങൾ രചിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഒരു പ്രമുഖ സൂപ്പർ താരം ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. താരങ്ങളെ കുറിച്ചും ചിത്രത്തിന്റെ ടൈറ്റിലിനെ കുറിച്ചുമുള്ള ഔദ്യോഗിക വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവരും. ജുബിൻ ജേക്കബിന്റേതാണ് സംഭാഷണം. അനിൽ വിജയ് ഛായാഗ്രഹണം നിർവഹിക്കുന്നു. മെയ് പകുതിയുടെ ചിത്രീകരണം ആരംഭിക്കുന്ന ഈ ചിത്രം മലയാളത്തിന് പുറമെ ഇതര ഭാഷകളിലും വലിയ ശ്രദ്ധ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജീവിതഗന്ധിയായ നിമിഷങ്ങളും മനോഹരമായ സംഗീതവും കോർത്തിണക്കി ഒരുങ്ങുന്ന മധുരമീ ജീവിതം എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് കൊച്ചിയിൽ നടന്നു. പാലാരിവട്ടം ലക്സോ ബിസിനസ് ക്ലാസ് ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. ചിത്രത്തിലെ ഹൃദ്യമായ 4 ഗാനങ്ങളാണ് ചടങ്ങിൽ ഔദ്യോഗികമായി പുറത്തിറക്കിയത്. രചനാ മികവ് കൊണ്ടും ആലാപന ശൈലി കൊണ്ടും ശ്രദ്ധേയമായ ഈ ഗാനങ്ങൾ ഇതിനോടകം തന്നെ സംഗീത പ്രേമികൾക്കിടയിൽ വലിയ തരംഗമായി കഴിഞ്ഞു. ജീവിതത്തിലെ കൊച്ചു കൊച്ചു നിമിഷങ്ങൾ എത്രത്തോളം മധുരതരമാണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ചിത്രമെന്ന് അണിയറ പ്രവർത്തകർ ചടങ്ങിൽ വ്യക്തമാക്കി. കോ-പ്രൊഡ്യൂസർ ഡോക്ടർ ശ്രീകുമാർ ജി ചിത്രത്തിന്റെ പ്രമേയത്തെ കുറിച്ച് നടത്തിയ അവതരണം ഏറെ ഹൃദയസ്പർശിയായിരുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് വി രാകേഷ്, ഫിലിം ചേംബർ പ്രസിഡന്റ് അനിൽ തോമസ്, പ്രമുഖ നിർമ്മാതാക്കളായ ഔസേ ബച്ചൻ, മമ്മി സെഞ്ച്വറി, നൌഷാദ് ആലത്തൂർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിദ്ദിഖ്, വിനയ പ്രസാദ്, ഗായത്രി സുരേഷ്, പൂജിത മേനോൻ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായി. സംഗീതത്തിന് ഏറെ പ്രാധാന്യമുള്ള മധുരമീ ജീവിതം ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തും. സിനിമയുടെ തുടക്കം തന്നെ മികച്ച ഗാനങ്ങളിലൂടെ ആയത് വലിയ വിജയപ്രതീക്ഷയാണ് നൽകുന്നത്. മലയാള സിനിമയിലെ യുവ ആക്ഷൻ ഹീറോ ആന്റണി വർഗീസ് പെപ്പയെ നായകനാക്കി പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന കാട്ടാളൻ എന്ന ചിത്രത്തിന്റെ ഔദ്യോഗിക ട്രെയിലർ പുറത്തിറങ്ങി. ആനവേട്ടക്കാരന്റെയും കാട്ടുകൊള്ളക്കാരന്റെയും കഥ പറയുന്ന ഈ ചിത്രം ഒരു ബ്രഹ്മാണ്ഡ ആക്ഷൻ വിരുന്നായിരിക്കും എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. ബന്ദിപ്പൂർ ഫോറസ്റ്റ് റേഞ്ചിനുള്ള കൊമ്പുകള സത്യമംഗലം കാട്ടിലെ 200ഓളം ആനകളെ കൊന്നൊടുക്കിയ കൊടും കൊള്ളക്കാരന്റെ കഥയാണ് ചിത്രം പറയുന്നത്. കാട്ടാനകൾ പോലും ഭയക്കുന്ന ആന്റണി എന്ന വേട്ടക്കാരനായി പെപ്പെ തകർത്ത സത്യമംഗലം കാട്ടിലെ ആനകൾ അവനെ കണ്ട പതുങ്ങുന്ന ചൊല്ല്. ആനക്കൊമ്പ് കടത്തുന്നതിനപ്പുറം വ്യക്തിപരമായ ചില പ്രതികാരങ്ങളുടെ കഥ കൂടിയാണ് ഈ ആക്ഷൻ ത്രില്ലർ. മരണപ്പെട്ട അപ്പനു വേണ്ടിയുള്ള ഒരു മകന്റെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? അപ്പൻ ആഗ്രഹിച്ചതെന്തോ അത് മകൻ നടത്തുക. മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത ആനവേട്ടയുടെ പശ്ചാത്തലവും ഉദ്വേഗജനകമായ രംഗങ്ങളും ട്രെയിലറിനെ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമാക്കിയിട്ടുണ്ട്. ഒരാൾ ഇറുക്കുമായി KGF രവി ബസൂർ സംഗീതം നിർവഹിക്കുന്ന ചിത്രത്തിന് ലോക പ്രശസ്ത ആക്ഷൻ കൊറിയോഗ്രാഫർ എച്ച്.ആർ. കെമ്പടിക്കയാണ് സംഘടന രംഗങ്ങൾ ഒരുക്കുന്നത്. പ്രമുഖ താരം ജഗദീഷ്, സിദ്ദിഖ്, കബീർ ദുഹാൻ സിംഗ് എന്നിവർക്കൊപ്പം സോഷ്യൽ മീഡിയയിലെ പ്രശസ്ത താരങ്ങളും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഹ്യൂസ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ഈ ചിത്രം 5 ഭാഷകളിലായി പാൻ ഇന്ത്യൻ റിലീസായാണ് ഒരുങ്ങുന്നത്.
ആന്റണി നാമ നനച്ച മാതിരി ഇല്ല ഇടി. ഉണ്ണി ആറാണ് ചിത്രത്തിന്റെ സംഭാഷണം നിർവഹിച്ചിരിക്കുന്നത്. തായ്ലൻഡ്, ഇടുക്കി, മുംബൈ എന്നിവിടങ്ങളിലായി ചിത്രീകരണം പൂർത്തിയാക്കിയ കാട്ടാളൻ മെയ് മാസത്തിൽ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും.